സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോക്കകത്ത് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു കിടു എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ആകുന്ന ഒരു ക്രീപ്പർ ഫാം സെറ്റ് ആക്കാൻ പോവാണ്. സോ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ഫുള്ളായിട്ട് മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ നോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 900 സബിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സെറ്റ് ആക്കുക. സോ അഗൈൻ വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ ലിവിൻ, യു ആർ വാച്ചിങ് ഇസ് ബോയ്. സോ ഈ ഫാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫാം വർക്കാകുമെന്ന് എനിക്കറിയത്തില്ല. അതാണ് ഈ ഫാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ഞാൻ സാധാ ചെയ്യാറുള്ളത് പോലെ തന്നെ നമ്മുടെ ഈ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റിസോഴ്സസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 ശാൽക്കർ, സ്മൂത്ത് സ്റ്റോൺ, അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ട്രാപ്പ് ഡോറും പിന്നെ കുറേ ബട്ടൺസും അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ സൂപ്പർ സ്മെൽറ്റർ നേരത്തെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആ സ്മൂത്ത് സ്റ്റോണൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ സിമ്പിളായിരുന്നു. അല്ലാതെ വേറെ വിഷയമൊന്നും ഇല്ലായിരുന്നു, സിമ്പിളായിട്ട് വർക്ക് ചെയ്യും. സോ പിന്നെ ഈ സ്റ്റോണൊക്കെ എവിടെ നിന്നാണ് കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വലിയൊരു കുരി വെട്ടി വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് കിട്ടിയ സ്റ്റോൺ വെച്ചാണ് ഞാൻ അവിടെ ചെന്ന് സ്മൂത്ത് സ്റ്റോൺ സെറ്റാക്കിയത്. സോ പിന്നെ ഇവിടെ ഇത്രയും വലിയ കുഴി വെട്ടി വെച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വലിയൊരു സോർട്ടിംഗ് സിസ്റ്റമൊക്കെ വെച്ച് ഒരു സ്റ്റോറേജ് റൂം സെറ്റാക്കാൻ പോവാണ്. സോ അതാണ് ഇവിടെ ഇത്രയും വലിയ കുഴി വെട്ടിയതിൻ്റെ കാരണം. ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട് ചില ബ്ലോക്സിനൊക്കെ. അതിനുവേണ്ടിയാണ് ഞാൻ ഒരു ചെറിയൊരു സോർട്ടിംഗ് സിസ്റ്റം സെറ്റാക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അകത്ത് ഞാൻ ഈ സൈഡിലായിട്ട് സ്റ്റെപ്പിൻ്റെ അടിയിൽ വലിയൊരു കുഴി ഉണ്ടായിരുന്നു. സോ അത് ഞാൻ ഇപ്പം മൊത്തം മാറ്റി ഇവിടെ ഒരു റൂം പോലെ സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇത് എന്തിനാണ് പണിഞ്ഞെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇവിടെ കുഴി ആയതുകൊണ്ട് ഞാൻ സെറ്റാക്കിയതാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് നമ്മുടെ മാപ്പ് സെറ്റാക്കാൻ പറ്റും. സോ അതിനു വേണ്ടി കൂടെയാണ്. പിന്നെ ഈ സൈഡിലൊക്കെ നമ്മുടെ പ്രൊജക്റ്റ് ബോർഡ് എന്തൊക്കെ പണിയണമെന്നൊക്കെ ഉള്ളതിൻ്റെ കൂടെ. പിന്നെ ഉള്ളതാണ്ട് ഈ സൈഡാണ്. അവിടെ വല്ല നമുക്ക് ചെസ്റ്റ് വെച്ചൊക്കെ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, വേറെ വിഷയമൊന്നുമില്ല. സോ പിന്നെ ഈ ഒരു ഭാഗമാണ്. ഈ ഭാഗത്ത് എന്ത് പണിയണമെന്ന് ഞാൻ ഇപ്പോൾ ആലോചിച്ച് വെച്ചിട്ടില്ല. സോ അത് നമുക്ക് ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ സെറ്റാക്കാൻ, വേറെ വിഷയമൊന്നുമില്ല. സോ അത്രയും വലിയ വിഷയം എൻ്റെ മോന്ത എന്ത് ചെയ്യുക, അത്രയും വലിയ വിഷയമൊന്നും അല്ല പിന്നെ. സോ ഞാൻ എന്തായാലും ഒട്ടും പറഞ്ഞ് താമസിക്കുന്നില്ല. നമുക്ക് ഇനി ഒരു ഓഷ്യനും കൂടെ കണ്ടുപിടിക്കാനുണ്ട്. അതേപോലെ ഇത് പണിയാൻ കുറേ സമയം എടുക്കുകയും ചെയ്യും. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ ഇത് ഷൾക്കർ മൊത്തം എടുക്കട്ടെ, ബ്ലാക്ക് ഷൾക്കർ മൊത്തം എടുക്കട്ടെ. ഇത് മൊത്തം ബ്ലാക്ക് ഷൾക്കറിൻ്റെ ആ നിറമാക്കിയിട്ടുണ്ട് ചുമ്മാ രസത്തിന്. സോ ഇതെല്ലാം 6 എണ്ണം കൈ വന്നല്ലോ. ഒക്കെ 6 എണ്ണം കൈ വന്നിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. സോ ഇനി നമുക്ക് ഓഷ്യൻ കണ്ടുപിടിക്കാൻ പോകണം. സോ അതാണ് ഏറ്റവും വലിയ പണി. സോ ഞാൻ ഈ വരിയിലേക്കാണ് പോകുന്നത്. സോ ഇവിടെ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്ന വരിക്ക് ഒരു ഓഷ്യൻ കണ്ട ചെറിയൊരു ഓർമ്മയുണ്ട്, അല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. സോ ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം വലിയൊരു ഓഷ്യനാണെന്നാണ് തോന്നുന്നത്. തക്കാലം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ അങ്ങ് പണിയാം. സോ എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ടൈം ലാപ്സ് നിങ്ങൾ കണ്ടിട്ട് വാ.
നിൽക്കുന്ന നിൽപ്പ് കണ്ടോ. സോ ഇതാണ് നമ്മുടെ ഇങ്ങോട്ടുള്ള ക്രീപ്പർ ഫാം. ഇത് നല്ല അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്കാകുന്നുണ്ട്. സോ മെയിനായിട്ട് ഇവിടെ ഒന്ന് ഓണാക്കിയിട്ട് നമ്മുടെ കയ്യിൽ ലൂട്ടിംഗ് ത്രീയുടെ ഒരു സോഡും കൂടെ വേണം. അത് കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ ഒരു സ്പോട്ട്, ഞാൻ ഇപ്പോൾ ഒരു 5 ബ്ലോക്കിൻ്റെ മേളിൽ കയറി നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങ് കയറി നിന്നാൽ മതി, തന്നെ അങ്ങ് വന്ന് വീണോളും. ഒരു മിനിറ്റ്, ഞാൻ ഈ ഷൾക്കർ ഒന്ന് പൊട്ടിച്ച് മാറ്റട്ടെ, കാരണം ഇനി ഇതിൻ്റെ ആവശ്യമില്ല. സോ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റട്ടെ. സോ നമുക്ക് കുറേ സ്മൂത്ത് സ്റ്റോൺ ബാക്കി വന്നായിട്ടുണ്ട്. സോ അതൊക്കെ ഞാൻ എന്തായാലും കൈ വെച്ചിട്ടുണ്ട്, ആവശ്യം വരും. സോ ഇത് കൂടെ ഒന്ന് പൊട്ടിച്ച് മാറ്റട്ടെ, എന്നിട്ടെല്ലാം സെറ്റാക്കാം. ഓക്കെ, ഞാൻ പിന്നെ ഇവിടെ ഒരു പോർട്ടലും കൂടെ വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ലൊക്കേഷനും കൂടെ ഞാൻ ഒന്ന് കോപ്പി ചെയ്ത് വെക്കട്ടെ. സോ ഓക്കെ, കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അതായിട്ട് ഒന്ന് വീണു, അടിപൊളി. സോ ഇത് നല്ല കിടുമായിട്ട് വർക്കാകുന്നുണ്ട്. പെട്രോക്ക് എനിക്കൊന്ന് ഇതൊരു കിട് ക്രീപ്പർ ഫാം ആണെന്നാണ് തോന്നുന്നത്. സോ എന്തായാലും കണ്ട പെട്ടെന്ന് വന്ന് വീഴുന്നുണ്ട്. സോ വേണ്ട, അവൻ കണ്ടാവും നമ്മളെ നോക്കി നിൽക്കുക. സോ അവൻ എന്നെ ചാടി കളിക്കുന്നത്. ഇപ്പം ചത്തു, വേറെ വിഷയമൊന്നുമില്ല. സോ ഇനി ഇങ്ങനെ വീണുകൊണ്ടിരുന്നോളൂ. നമുക്കിവിടെ എയർ ചെയ്താൽ മതി. നമ്മുടെ പോർട്ടിൽ കത്തിച്ചില്ല അല്ലേ? എനിക്ക് തോന്നുന്നത് എൻ്റെ ചെസ്റ്റിൻ്റെ അകത്ത് പെൻറ്റാസ്റ്റിയിൽ ഉണ്ട്. സോ ഇത് വെച്ചാൽ കത്തിക്കാൻ വേറെ വിഷയമൊന്നുമില്ല. സോ നേരെ വരിക, കത്തിച്ചു. ഓക്കെ, അതങ്ങനെ അതും കൂടെ സെറ്റാക്കി. എൻ്റെ പൊന്നു, അങ്ങനെ അവസാനം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇത് നമുക്ക് നെതറുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. സോ കണ്ടോ, എന്നാ പെട്ടെന്ന് വരുന്നതെന്ന് കണ്ടോ, അടിപൊളി. സോ നമ്മുടെ ഈ ലൂട്ടിംഗ് ത്രീയുടെ സോഡും കൂടെ കയ്യിലുണ്ടാകും, പിന്നെ നല്ല റിസൾട്ട് കിട്ടും, വേറെ വിഷയമൊന്നുമില്ല. സോ ഈ ബിൽഡ് ടോട്ടലി പൂർത്തിയായിട്ടുണ്ടെങ്കിലും സോ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ നല്ലതായിട്ട് ക്രീപ്പർ വന്ന് വീഴാൻ വേണ്ടി വേറെ കുറച്ച് കാര്യം കൂടെ ചെയ്യാനുണ്ട്. സോ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഹാർഡ് മോഡ് ഇടുക. കാരണം അങ്ങനെ ഇട്ടാലേ മറ്റേ സ്പോൺ റേറ്റ് കുറച്ചും കൂടെ കൂടത്തുള്ളൂ ക്രീപ്പറിൻ്റെ. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സിമുലേഷൻ ഡിസ്റ്റൻസ് ആണ്. സോ നിങ്ങൾ മാക്സിമം കുറച്ചിടാൻ നോക്കുക. പക്ഷേ എനിക്ക് ആയതുകൊണ്ട് 8 ചങ്ക് ഇട്ടാൽ മാത്രമേ എനിക്കിപ്പോൾ സ്പോൺ ആണെന്നുള്ളത്. എന്നാന്ന് എനിക്കറിയത്തില്ല, എനിക്ക് എല്ലാ ഫോണിലും അറിയത്തില്ല. എന്നാൽ ചില ഫോണിൽ 4 സിമുലേഷൻ ഡിസ്റ്റൻസ് അങ്ങനെയൊക്കെയാണ്. പക്ഷേ എൻ്റെ അതിനകത്ത് 8 സിമുലേഷൻ ഡിസ്റ്റൻസ് ഇട്ടാൽ മാത്രമേ ക്രീപ്പർ സ്പോൺ ആകത്തുള്ളൂ. സോ എന്തായാലും നിങ്ങൾ അത് നോക്കി ഒന്ന് സെറ്റ് ആക്കുക. സോ എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു 5 മിനിറ്റ് ഇവിടെ നേക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. സോ ലൂട്ടിംഗ് ത്രീയുടെ സോഡ് കൈ പിടിക്കാൻ മറക്കില്ല, അത് വേറെ കാര്യം. ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റ് ഇവിടെ നിന്ന് AFK ചെയ്യുന്നു. സോ ഇപ്പം വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗൺ പൗഡർ കണ്ടോ, ഇത് ഇത്രയും കൂട്ടണ്ട, കാരണം അതിൽ 2 സ്റ്റാക്ക് നേരത്തെ വന്നതാണ്. സോ 3 സ്റ്റാക്ക് ഗൺ പൗഡർ കിട്ടി. പിന്നെ ലൂട്ടിംഗ് ത്രീ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്ര എഫിഷ്യൻ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ, ആ കാര്യം കൂടെ ഓർക്കണം. സോ രാത്രിയാണ്, ഞാൻ കിടക്കട്ടെ. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, സീ യു, ഗുഡ് ബൈ.